ഞാൻ ഇന്ന് നല്ല മൂഡ് ഓഫ് ആണ്. ഇത് നമ്മൾ പലരോടും പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറയാറില്ലേ, ഓ ഇന്ന് ഞാൻ നല്ല മൂഡ് ഓഫ് ആണ്, അതുകൊണ്ട് ഒത്തിരി ഇന്ന് സംസാരമൊന്നും വേണ്ട, ഇന്ന് ഞാൻ നല്ല മൂഡ് ഓഫ് ആണ് എന്ന് പറയാറില്ലേ. ഇത് നോർമലി നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ് ഈ ഒരു മൂഡ് ഓഫ്? അല്ലെങ്കിൽ ഈ ഒരു മൂഡ് ഓഫിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ അലൻ ടിപ്പിയൽ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലപ്പോഴും പല മനുഷ്യരും മൂഡ് ഓഫ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ പലപ്പോഴും ഒരു മനുഷ്യന്റെ ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മില്യൺസ് ഓഫ് തോട്ട്സ് ആണ് ഒരു സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അതിൽ ചില ചിന്തകൾ നമ്മളെ വേദനിപ്പിക്കുന്നതാവാം. എല്ലാവരുടെയും ജീവിതത്തിലൂടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസിന് വെച്ചിട്ട് ചില സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ അതിൽ എനിക്ക് ചില വിഷമങ്ങൾ തോന്നാം. അപ്പൊ നമ്മളൊരു സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നമ്മളെ പെട്ടെന്ന് മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരാള് നമ്മളോട് ആ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കാര്യം ഇങ്ങനെ ഒന്ന് കയറി വന്നാലോ നമ്മൾ പെട്ടെന്ന് തന്നെ മൂഡ് ഓഫ് ആവും. പക്ഷെ സത്യത്തില് ഈ ഒരു മൂഡ് ഓഫ് എന്ന് പറയുന്നത് നമ്മളെ മാത്രമല്ല, നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ മൂഡ് ഓഫ് ആവുന്നത് കൊണ്ട് നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്നവരും ആ ഒരു മൂഡ് ഓഫിന്റെ ഭാഗമാകും. അവരുടെയും ആ ഒരു നല്ല മൂഡ് നമ്മൾ കളയാണ് ഈ ഒരു മൂഡ് ഓഫ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ മൂലം. പക്ഷെ സത്യത്തില് ഈ ഒരു സംഭവം നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ സന്തോഷിക്കുന്ന, നമുക്ക് ഓർത്താൽ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളെ നമ്മൾ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ ചെന്നിട്ട് ഇനി മുതൽ ഇതുപോലുള്ള മൂഡ് ഓഫ് ആക്കുന്ന ഇതുപോലുള്ള തോട്ട്സ് ഒന്നും ഇനി പുഷ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കേൾക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ കൺവേർട്ട് ആയി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ ട്രിക്ക് ചെയ്യുക, നമ്മുടെ ബ്രെയിനെ നമ്മളിതിനെ ട്രിക്ക് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നല്ല കുറേ ഓർമ്മകൾ ഉണ്ടാവും, നല്ല കുറെ മൊമെന്റ്സ് നമുക്ക് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയുള്ള നല്ല മൊമെന്റ്സിനെ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ആ ഒരു സാഹചര്യത്തെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ആ ഒരു മൂഡ് ഓഫ് എന്ന് പറഞ്ഞൊരു സെൻസിൽ നിന്നും ഒരുപാട് പെട്ടെന്ന് ഒരു ഒരു മൂഡ് ഓഫ് ആയ ഒരാൾക്ക് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള നല്ല തോട്ട്സ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇലക്ട്രിക് ഷോക്ക് പോലെയാണ്. അത് പെയ്യെ 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 കയറി വരും. അങ്ങനെ നമ്മൾ ആ ഒരു മൂഡ് ഓഫ് എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് പെയ്യെ പെയ്യെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ്, നമുക്കെല്ലാം ജീവിതത്തിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളത് ഷെയർ ചെയ്തിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യുക? പരമാവധി ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ഉള്ളിലേക്ക് ഇതുപോലുള്ള നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കും നമ്മൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് പറയുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമുക്കെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അവരുമായിട്ടുള്ള സമ്പർക്കം, അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻസ്, ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ വളരെ സന്തോഷത്തോടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു 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 വിവാഹ ഫംഗ്ഷൻ ആവാം, എന്തെങ്കിലും ആവാം, ജീവിതത്തിൽ എന്ത് ഘട്ടങ്ങളും ആവാം, അതുപോലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് പുഷ് ചെയ്തു തരുന്ന ഈ സുഹൃത്തുക്കളുമായിട്ടുള്ള ആ ഒരു 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 കണക്ഷൻ ആ ഒരു സാഹചര്യത്തിലെങ്കിലും ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതുപോലുള്ള ഒരു മൂഡ് ഓഫ് പെട്ടെന്ന് കയറി വന്നാലും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റീവ് ബുള്ളറ്റ് ഇട്ടിട്ട് നമുക്ക് അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കൂടുതൽ ലവന്മാരുണ്ടെങ്കിൽ അവന്മാർ നമ്മളോട് ഇങ്ങനെ വന്ന് പറയും, നീ സന്തോഷമായിട്ടിരിക്കാനുള്ളൂ, നീ ഓർക്കുന്നില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങും. അപ്പൊ നമ്മുടെ ഉള്ള ഒരു സെറ്റപ്പും കൂടെ നമുക്ക് പോയി കിട്ടും. മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആയ ഒരാളെ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് നല്ല എൻവയോൺമെന്റിൽ നമ്മൾ പോയി ഇരിക്കുക എന്നുള്ളതാണ്. നല്ല സാഹചര്യങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിലർക്കൊക്കെ ഒന്ന് മൂഡ് ഓഫ് ആയി കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടെ നേച്ചർ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ചും കൂടെ പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങിയിരിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് ഒറ്റയ്ക്ക് സ്വന്തം മുറിയിൽ പോയിരിക്കാനായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കായിരിക്കില്ല എൻ്റെ ഒരു സുഹൃത്തിനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അവരുടെ പ്രിഫറൻസസ് വേറെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മൾ മൂഡ് ഓഫ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഫ്രീ ഔട്ട് ആക്കാനായിട്ട് നമ്മൾ എന്താണോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആണ് നമുക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ നമ്മൾ റൂമിൽ വരിക, നമ്മുടെ മുറിയിൽ വരിക, നമ്മൾ കുറച്ച് നേരം ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരിക, നമ്മൾ കുറച്ച് നേരം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് ഒരു ചെറിയ യാത്ര പോകുമ്പോഴാണ് ഈ ഒരു മൂഡ് ഓഫ്. യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് ഹിമാലയ വരെ പോകുന്നതൊന്നും അല്ല കേട്ടോ, ഒന്ന് ചായ കുടിക്കാൻ പോകുന്നത് വരെ ആകാം. ജസ്റ്റ് നിങ്ങളിപ്പോൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കും, ഓഫീസിൽ വളരെ മോശമായിട്ടൊരു കാര്യം ഉണ്ടായി, അപ്പോൾ നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളെ ബൂസ്റ്റപ്പ് ആക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടാവാമല്ലോ, അവരോടൊപ്പം നമ്മൾ പോവാം.
പിന്നെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പണിയാവുന്ന രീതിക്കാവരുത്, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ അടുത്തുള്ള കുറച്ച് ആളുകളോട്, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട്, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മളെ ഒരു കാര്യം നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ ഒരു സെൻസിൽ എടുക്കുന്ന ആളോട് വേണം ഇത് പറയാൻ, അല്ലെങ്കിൽ അത് വലിയ പണിയാവും, നമ്മളൊരു തീയിലേക്ക് പെട്രോൾ ഒഴിക്കുന്ന പോലെ ആയി പോകും. അതുകൊണ്ട് ചെറിയൊരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ചെറിയ 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 യാത്രകൾ അത് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് പറ്റും, നമുക്ക് ആ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന ആ ഒരു 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 മൈൻഡിനെ നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ഇതൊന്നും വർക്കൗട്ട് ആവാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ നല്ല മൂഡ് ഔട്ടാണ്, പക്ഷെ എന്നെ ബൂസ്റ്റപ്പ് ആക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഐഡിയാസ് ഒന്നും പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു വഴിയുണ്ട്. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആണ്. നമുക്ക് ഏറ്റവും അധികം നമ്മുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ബ്രെയിൻ ഏറ്റവും അധികം സിങ്ക്രണൈസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിതംസ് ആണ്, മ്യൂസിക്കൽ റിതംസ്. അപ്പോൾ ഏറ്റവും അധികം ബൂസ്റ്റപ്പ് ചെയ്യുന്ന നല്ല നല്ല ട്രാക്കുകൾ കേൾക്കുക. ആ സമയത്ത് പോയിട്ട് കണ്ണീർ പൂവിന്റെ കവിളി ഇതൊന്നും കേട്ട് കഴിഞ്ഞാൽ ഉള്ള മൂഡ് കൂടെ പോയിട്ട് അന്ന് തന്നെ നമ്മൾ പോയിട്ട് അടുത്ത പരിപാടി നോക്കും. അതുകൊണ്ട് ഏറ്റവും നമ്മളെ ബൂസ്റ്റപ്പ് ആക്കുന്ന രീതിക്കുള്ള കുറച്ചും കൂടെ ഡാൻസ് വൈബ്, ആ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രാക്കുകൾ നോക്കിയിട്ട് മലയാളത്തിൽ തന്നെ എത്രയോ ചൂടമ്പടയോട് നമ്മുടെ കിട്ടത്തോളം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഉള്ള ആ ഒരു മൂഡ് ഒന്ന് ബൂസ്റ്റപ്പ് ആക്കി കിട്ടും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ മൂഡ് ഓഫ് ആകുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, വർക്കൗട്ട് ആവും.